ഗായ്സ്, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്തവർ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ തീരെ ഉണ്ടാവില്ല. പിന്നെ പണ്ട് കാലത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ആശ്വാസകാരിയായിരുന്നു. അതങ്ങനെ എല്ലാവരും ചെയ്യാൻ മടിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യണം. ഈ സ്റ്റാർസ് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റിലും ഇതിലൊക്കെ പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് അങ്ങനെ നിൽക്കുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ ഇട്ട് ഭയങ്കര ഹൈ എൻഡ് ബ്രാൻഡ്സ് ഇട്ടാൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ തോട്ട് പ്രോസസ് ഉണ്ട് യൂഷ്വലി. പിന്നെ കൂടുതൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇതിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നില്ല, ലാസ്റ്റ് ചെയ്യുന്നതിനാണ് പരാതി കേൾക്കാറുണ്ട്. പക്ഷേ മൈ എക്സ്പീരിയൻസ്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ അത് പർപ്പസ്ഫുള്ളി വാഷ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോഴേ അതെൻ്റെ ലിപ്സിൽ നിന്ന് പോകാറുള്ളൂ. അല്ലാത്ത പക്ഷം ലിപ്സ്റ്റിക്ക് അതെങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും എന്നെ അറിയാവുന്നവർ ചോദിക്കും, ഇതെങ്ങനെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെ ഇതിങ്ങനെ പോകാണ്ട് നിൽക്കുന്നത്, എത്ര ഫുഡ് കഴിച്ചാലും എന്ത് ചെയ്താലും ലിപ്സ്റ്റിക്ക് അങ്ങനെ ഉണ്ടാവും. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വന്ന് വാഷ് ചെയ്യുമ്പോഴേ പോകും. ഇതെങ്ങനെ സാധിക്കണേ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറേ റീസൺസ് ഉണ്ട്. ദ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ലിപ്സിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഈ ലിപ്സ് ഇട്ട് ഗോസ്റ്റ് കാണിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അത് നടക്കില്ല, അത് ലിപ്സ്റ്റിക്ക് പോകും. അതായത് കൂടുതൽ ചിലർക്ക് അതൊരു ഹാബിറ്റായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കാണിക്കുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടത് മൾട്ടിപ്പിൾ ടൈംസ് ഈ സെയിം ജസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലിപ്സ്റ്റിക്ക് അകത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടൈം നമുക്ക് ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ലിപ്സിലൊക്കെ ആക്കാതെ കഴിക്കാൻ ട്രൈ ചെയ്യണം. ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ലിപ്സിൽ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരെ ഫുഡ് എൻഗൾഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ അകത്ത് പോകാണ്ടിരിക്കാനും നല്ല തന്നെയാണ് ലിപ്സ്റ്റിക്ക് ചുണ്ടത്തോടെ ഇരുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഉള്ള ഫോൾട്ട്, അതായത് ചുമ്മാ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു ഭയങ്കര നിങ്ങളുടെ ലിപ്സിനനുസരിച്ച്, ഇപ്പോൾ എൻ്റെ ലിപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിഗ്മെൻറ്റ് ലിപ്സാണ്. അപ്പോൾ പിഗ്മെൻറ്റ് ലിപ്സ് ആകുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ന്യൂഡ് ലിപ്സ് മീൻസ് ന്യൂഡ് കളർ എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം ചുമ്മാ ചുണ്ട് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാതെ ഇത്തിരി ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തത് ഭയങ്കര ഇങ്ങനെ വെറുതെ ചുമ്മാ റഫായിട്ട് അപ്ലൈ ചെയ്യാതെ കുറച്ച് ലിപ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് യൂണിഫോം ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ, അത് ഏത് കളറാണോ, റെഡ് ആണെങ്കിൽ റെഡ്, ഏത് കളറാണോ അപ്ലൈ ഇഷ്ടം അതനുസരിച്ചിട്ട് എടുക്കാം. അത് കൂടുതലും ലാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ റിസ്ക്കിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയും പിഗ്മെൻറ്റ് ലിപ്സ് ഉണ്ടാക്കാനായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് കാരണമാണ് എൻ്റെ അറിവ്. അപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്ത റിസ്ക് ഓക്കെയാണ് എന്നുള്ളത് ഉപയോഗിക്കാം. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ്